ഈ വീഡിയോകൾക്ക് താഴെ നമ്മളൊന്ന് വെറുതെ ഒന്ന് കമന്റ് വായിച്ചു നോക്കിയാൽ എത്രയോ പ്രശ്നങ്ങൾ പറയുന്നവരാ, നീറുന്ന പ്രതിസന്ധികൾ പറയുന്നവരാ. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അങ്ങനെ ദുആ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ മാറാൻ നമ്മൾ ദുആ ചെയ്യുന്നതിന് മുമ്പ് വിശുദ്ധമായ ഖുർആനിലെ ചെറിയ 4 ആയത്തുകളുണ്ട്. ആ 4 ആയത്തുകൾ നമ്മൾ ഓതിയിട്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നതെങ്കിൽ മസ്റ്റാണ് അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കും. ഈ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഓതുന്ന ആയത്താണ്, മുഅ്മിനീങ്ങളായ ജിന്നുകൾ ഓതുന്ന ആയത്തുകളാണ്. അതുപോലെ ഗർഭിണികളായ സ്ത്രീകൾ ഈ ആയത്തുകൾ ഓതിയാൽ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ കാണാൻ പറ്റും. തുടങ്ങി ഈ ആയത്തിൻ്റെ നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ 17ഓളം വമ്പൻ പ്രതിഫലങ്ങൾ, മഹത്വങ്ങൾ, വമ്പൻ അനുഗ്രഹങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധമായ ഖുർആനിലെ അതിപ്രധാനപ്പെട്ട ആയത്തുകളാണ്. മാത്രമല്ല അള്ളാഹുവിൻ്റെ ഇസ്മുൽ അഅ്ലം ഉൾപ്പെട്ടിട്ടുള്ള ആയത്തുകളാണ് ഈ ആയത്തുകൾ ഓതിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു തആല നമ്മുടെ ദുആ സ്വീകരിക്കും. അത് മാത്രമല്ല അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൂടാനും നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങൾ മാറി സമാധാനം ഉണ്ടാവാനും ഈ ആയത്തുകൾ നമ്മൾ പതിവാക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും ഈ ആയത്ത് ഏതാണെന്നും അതിൻ്റെ അർത്ഥം എന്താണെന്നൊക്കെ വിശദമായി കേൾക്കാം. അള്ളാഹു തആല നമ്മുടെ ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. ഈ ആയത്തുകൾ നിത്യമായി പാരായണം ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കണ്ട. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. പ്രിയമുള്ളവരെ, അല്ലാഹു തആല പരിശുദ്ധമായ ഈ ഒരു പ്രഭാതം എന്തുകൊണ്ട് നമുക്ക് ഖൈറിൻ്റെ, സലാമത്തിൻ്റെ ഒരു ദിവസവും ഒരു പ്രഭാതവുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധി പേരാണ് ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് പറയാറുള്ളത്. അള്ളാഹു എല്ലാവരുടെയും മനസ്സിലുള്ള നല്ല ഉദ്ദേശങ്ങളൊക്കെ സഫലീകരിച്ചു കൊടുക്കട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരുമാറാവട്ടെ. നമ്മുടെ മക്കളെയെല്ലാം അള്ളാഹു തആല സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും സൽ സ്വഭാവികളുമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നത്തെ ഈ ഒരു ദിവസവും ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ എല്ലാ പ്രശ്നങ്ങളും മാറാനും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ കാവലൊക്കെ ഉണ്ടാവാൻ നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യം തന്നെ അത് പറയുകയാണ്. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞോ. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഒന്നുകൂടി. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഈ ഒരു ദിക്ർ രാവിലെയും വൈകിട്ടും, രാവിലെ പറഞ്ഞാൽ വൈകിട്ട് വരെ, വൈകിട്ട് പറഞ്ഞാൽ രാവിലെ വരെ അള്ളാഹുവിൻ്റെ കാവലും വലിയ സുരക്ഷയും ഒക്കെ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹു തആല ഈ ദിക്ർ മുടങ്ങാതെ എല്ലാ ദിവസവും നമുക്ക് പറയാനുള്ള തൗഫീഖ് തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ സഫർ മാസം അതിൻ്റെ അവസാനത്തെ 10ലേക്ക് കടന്ന് അവസാനത്തെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പോകുന്നത്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ പരിപാവനമായ റബീഉൽ അവ്വൽ മാസം നമ്മളിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു തആല റബീഉൽ അവ്വൽ മാസത്തിലേക്ക് നമ്മൾ എല്ലാവരെയും എത്തിക്കുമാറാവട്ടെ. ആ മാസത്തിൽ ഒരുപാട് സ്വലാത്ത് ചൊല്ലാനും മുത്തുനബിയുടെ മദ്ഹ് മൗലിദുകൾ പാരായണം ചെയ്യാനും പറയാനും ആ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ ഒരുപാട് കണ്ട് അനുധാവനം ചെയ്യാനും റബ്ബ് നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പലരും ചോദിച്ചു, ഉസ്താദെ റബീഉൽ അവ്വൽ 12 നബിദിനം എന്നാണ്. നബിദിനം എന്നാണെന്ന് പറയണമെങ്കിൽ റബീഉൽ അവ്വൽ 1 എന്നാണെന്ന് പറയണം. റബീഉൽ അവ്വൽ 1 ഒന്നുകിൽ ഒരു പക്ഷേ ഈ വരുന്ന വ്യാഴാഴ്ചയാവാം, അല്ലെങ്കിൽ വെള്ളിയാഴ്ചയാവാം. അത് നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നെങ്കിൽ വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച. ഇൻഷാ അല്ലാഹ് ആ സമയത്ത് നമുക്ക് വ്യക്തമാക്കി പറയാം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് വിശുദ്ധമായ ഖുർആനിലെ 114 സൂറത്തുകളിൽ 59ാമത്തെ സൂറത്ത്, അതുപോലെ തന്നെ സബഉൽ മുൻജിയാത്ത് എന്ന ഗണത്തിൽപ്പെടുന്ന സൂറത്ത്, 24 ആയത്തുകൾ മാത്രമുള്ള ചെറിയ ഒരു സൂറത്ത്, അതുപോലെ മദീനയിൽ അവതരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയ്ക്ക് ശേഷം അവതരിച്ച സൂറത്ത് സൂറത്തുൽ ഹശർ. നമ്മളെല്ലാവരും പലപ്പോഴും ഓതുന്ന സൂറത്താണ്. ഈ സൂറത്ത് മുഴുവനായും ഓതിയില്ല എങ്കിലും ഈ സൂറത്തിന്റെ അവസാനത്തെ 4 ആയത്ത് നമുക്കെല്ലാവർക്കും ഒരു പക്ഷേ മനഃപ്പാടമുണ്ട്. ഇല്ലാത്തവർ അത് മനഃപ്പാടമാക്കിയാൽ വലിയ വിജയമാണ് ജീവിതത്തിൽ ഉണ്ടാവുക. ഏതാണ് ആ മനഃപ്പാടമുള്ള 4 ആയത്ത്? ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഈ ആയത്തിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു പയ്യൻ ചോദിച്ചത്, ഉസ്താദെ ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്തിൽ എന്തിനാണ് ആദ്യം ഈ ലൗ വന്നത്? ലൗ, അത് LOVE ലൗ, ആ ലൗ ആണോ ഈ ലൗ?
ഖുർആനിൽ ലൗവിനെ പറ്റി പറയുന്നുണ്ടോ? ഇത് ആ ലൗ അല്ല, ഈ ലൗ. അറബിയിലെ ഒരു വാചകം തുടങ്ങുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന ചെറിയൊരു വാക്കാണ് ലൗ അൻസൽന. എന്താണ് അതിന്റെ അർത്ഥം? ലൗ അൻസൽന ഹാദൽ ഖുർആൻ. ഈ ഖുർആനിനെ, ഖുർആനുമായി ബന്ധപ്പെട്ട് പറയുക, ഈ ഖുർആനിനെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, അപ്പൊ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ എന്നൊരർത്ഥം കിട്ടാൻ വേണ്ടിയാണ് അവിടെ ലൗ എന്ന ആ ഒരു വാക്യം അവിടെ കൊണ്ടുവന്നത്. അല്ലാതെ നമ്മൾ ലവ് എന്ന് കേൾക്കുമ്പോൾ ഇംഗ്ലീഷിൽ ലവ് അല്ലെങ്കിൽ എന്താണ് പ്രേമം, ആ ഒരു അർത്ഥമല്ല ഇവിടെ വരുന്നത്. അത് തുടക്കം തന്നെ പറയുക, പല ആളുകൾക്ക് അത് സംശയം ഉണ്ടാവും, ലവ് അൻസൽന, ഈ ലവ് എന്താണെന്ന്. അപ്പോൾ ആ ലവ് അല്ല ഈ ലവ് കേട്ടോ. അപ്പോൾ വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ 4 ആയത്ത് ലവ് അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത് നമ്മളെല്ലാവരും ഓതാറുള്ളവരാണ്. ഇനി ഓതുന്നില്ല എങ്കിൽ ഇൻഷാ അല്ലാഹ് ഇപ്പം തന്നെ അത് ഓതാം. ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം നമുക്ക് ശേഷം പറയാം. എല്ലാവരും ഒന്നിച്ചൊന്ന് ഓദിക്കോ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇനി നിസ്കാരമില്ലാത്ത ഉമ്മമാരുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കും എന്താണ് ഇതൊരു ദിക്റാണ് എന്ന് മനസ്സിൽ കരുതി, ഞാൻ പറയുന്നത് ഒരു ദിക്റാണെന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. അപ്പോൾ ഈ ഒരു ആയത്ത് 4 ആയത്ത് ഓതുന്നതിന് മുമ്പ് നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എന്ത് പറയലാ? അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയലാണ്. എന്താ ഓതേണ്ടത്? അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം. ഉസ്താദേ, ഇത് ഞങ്ങൾക്ക് കിട്ടൂല, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീമേ കിട്ടൂ എങ്കിൽ അത് ഓതിയാൽ മതി. പക്ഷേ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് നിർദ്ദേശം നൽകിയ ഹദീസിലൊക്കെ കാണുന്ന ഒരു വാചകമാണിത്. അഊദു ബില്ലാഹിസ് സമീഇൽ അലീമി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലൗ അൻസൽനാ ഹാദൽ ഖുർആന. ഇവിടെ ശ്രദ്ധിക്കണം, ഖുർആന എന്നല്ല, ഖുർആന അല്ല, ഖുർആന എന്നാണ്. ഓതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഓതിയാൽ ഒരുപാട് നേട്ടമാണ്. ഓദിക്കോ. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅ من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم صدق الله العظيم. ഇതാണ് 4 ആയത്ത്. അപ്പോൾ സൂറത്തുൽ ഹശറിന്റെ അവസാനത്തെ 4 ആയത്ത് ലൗ അൻസൽന എന്ന് തുടങ്ങുന്ന ആയത്ത്, ഈ ആയത്തിന്റെ പ്രത്യേകത മനുഷ്യൻ മാത്രമല്ല മലക്കുകളും ജിന്നുകളും, മുഅ്മിനീങ്ങളായ ജിന്നുകളിലും എന്തുണ്ട്? നല്ല ആളുകളുണ്ട്, മോശപ്പെട്ട ആളുകളുണ്ട്. മലക്കുകളിൽ എല്ലാവരും നല്ലവരാണ്. ജിന്നുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ പോലെ ഒരു സൃഷ്ടിയാണ്. അവർ തീ കൊണ്ട് പടക്കപ്പെട്ടവരാണ്. അവരിലും നല്ല ആളുകളുണ്ട്, മോശപ്പെട്ട ആളുകളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്. മനുഷ്യന്റെ ശരാശരി വയസ്സ് 60-ന്റെയും 70-ന്റെയും ഇടയിലാണെങ്കിൽ ജിന്നുകൾ അവർക്ക് ഒരുപക്ഷെ 400-ഉം 500-ഉം ഒക്കെ വർഷം ജീവിക്കാൻ അല്ലാഹു തആല ആയുസ് കൊടുത്തിട്ടുണ്ട്. ജിന്നുകളെ പറ്റിയുള്ള ഒരു വിശദമായ ചർച്ച നമുക്ക് ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ മലക്കുകളും ജിന്നുകളൊക്കെ സദാസമയം ഓതുന്ന, നല്ല ജിന്നുകളൊക്കെ ഓതുന്ന 4 ആയത്തുകളാണ് ഈ ആയത്ത്. മാത്രമല്ല, ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്നവരിൽ ഗർഭിണികളായ ഉമ്മമാരോ അല്ലെങ്കിൽ സഹോദരിമാരൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിലോ മരുമക്കളിലോ പേരക്കുട്ടികളിലോ ആരെങ്കിലും ഗർഭിണികളായ ആളുകളുണ്ടെങ്കിൽ സൂറത്തുൽ ഹശർ ഈ പ്രസവം വരെ നിങ്ങൾ എന്താണ് നല്ല രൂപത്തിൽ എല്ലാ ദിവസവും ഓതാൻ പറ്റിയ വലിയ ഖൈറാൻ. ഇനി ഈ സൂറത്ത് മുഴുവനായും ഓതാൻ പറ്റിയില്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ അവസാനത്തെ 4 ആയത്ത് ലൗ അൻസൽന എല്ലാ ദിവസവും
രാവിലെയും വൈകിട്ടും ഓതൽ പ്രത്യേകം നല്ലതാണ്. നല്ല മക്കൾ ഉണ്ടാവാനും സ്വാലിഹീങ്ങളായ നല്ല മക്കൾ എല്ലാവിധ ഖൈറും ജീവിതത്തിലൊക്കെ ഉണ്ടാവാൻ ഇൻഷാ അല്ലാഹ് ഈ 2 ആയത്ത് നല്ലതാണ്. ഇനി കേട്ടോ, ഈ ആയത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലങ്ങൾ. 1, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുകയാ, ഈ സൂറത്തുൽ ഹശറിന്റെ 4 ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് ആയത്തു തൗബ, തൗബയുടെ ആയത്താണ്. ഒരു മനുഷ്യൻ തൗബ ചെയ്യാൻ, അവന്റെ തെറ്റുകൾ അല്ലാഹുവിലേക്ക് പുറത്തു കിട്ടാൻ അവൻ തൗബ ചെയ്യാൻ ഒരുങ്ങുകയാണെങ്കിൽ ഈ 4 ആയത്ത് അവൻ ആവർത്തിച്ച് ഓതിയിട്ട് അവൻ ദുആരക്കട്ടെ, അവന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. 2ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ലോകത്ത് കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും ജീവിച്ചിരിക്കുന്നതുമായ മുഴുവൻ മുഅ്മിനീങ്ങളുടെയും ദുആ ഈ ഓതുന്ന മനുഷ്യന് കിട്ടുമെന്ന് തഫ്സീറിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെയോ 3ാമത്തെ പ്രതിഫലം അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, മിമ്മാ തഖദ്ദമ വ അഖറ, അല്ലാഹു തആല മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ പാപങ്ങൾ വരെ ഈ ആയത്ത് അവൻ ആവർത്തിച്ച് ഓതുകയാണെങ്കിൽ അവനിക്ക് അല്ലാഹു കൊടുക്കുന്നതാണ്, പാപങ്ങൾ പുറത്തു കൊടുക്കും. 4ാമത്തെ പ്രതിഫലം അല്ലാഹു ഇത് ഓതുന്ന മനുഷ്യന് ഇസ്സത്ത് കൊടുക്കുന്നതാണ്, അന്തസ്സ് കൊടുക്കുന്നതാണ്. ദുനിയാവിലും ആഖിറത്തിലും ആരുടെ മുന്നിലും പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കുകയില്ല. 5ാമത്തെ പ്രതിഫലം എന്തെന്നറിയോ? ആഖിറത്തിൽ ഇവനിക്ക് ആമീന, ഇവൻ ആരാകും? നിർഭയത്വമുള്ളവനായി മാറുന്നതാണ്. ഒരു അദാബിനെയും പേടിക്കേണ്ടി വരില്ല, ഇവൻ നിർഭയത്വമുള്ളവനായി മാറും. അല്ലാഹു തൗഫീഖ് തരട്ടെ. 6ാമത്തെ പ്രതിഫലം ഹൂത്തുൽ ബഹർ, കടലിലെ മത്സ്യങ്ങൾ പോലും ഇവനിക്ക് വേണ്ടി ദുആ ചെയ്യുമെന്ന് നമുക്ക് തഫ്സീറിൽ കാണാം. 7 മലക്കുകളുടെ ദുആയും ഇവനിക്കുണ്ടാകും. 8 ശുഹദാക്കൾക്ക് കിട്ടുന്ന പ്രതിഫലം പോലോത്ത ഒരു പ്രതിഫലം ഈ ആയത്ത് രാവിലെ സുബ്ഹി നമസ്കാരത്തിന് ശേഷവും അതുപോലെ മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും 3 പ്രാവശ്യം അല്ലെങ്കിൽ കുറഞ്ഞത് 1 പ്രാവശ്യമെങ്കിലും ഓതുന്നത് നിത്യമാക്കിയ ആൾക്ക് കിട്ടുന്ന 8ാമത്തെ പ്രതിഫലം ഷഹീദിന് കിട്ടുന്ന പ്രതിഫലം പോലത്തൊരു പ്രതിഫലം അല്ലാഹു കൊടുക്കും. 9 ജിന്നിന്റെ ശർറ്, അസൂയ, സിഹർ, കൊതി, കൈവശം വെക്കുക, കരുനാക്ക് തുടങ്ങിയ കാര്യങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ ഈ ആയത്ത് കാരണമാണ്. 10ാമത്തെ പ്രതിഫലം വക്കലല്ലാഹു ബിഹി 70 മലക, 70,000 മലക്കുകളെ അല്ലാഹു തആല പറഞ്ഞയക്കും. എന്തിന്? രാവിലെ ഈ ആയത്ത് 4 ആയത്ത് ഓതുന്ന ആ മനുഷ്യന്റെ മുന്നിൽ ചെന്നിട്ട് ഇവനിക്ക് വേണ്ടി നിങ്ങൾ ദുആരക്കണേ, ഇവന്റെ കാവൽ നിങ്ങൾ ഏറ്റെടുക്കണേ എന്ന് 70,000 മലക്കുകളോട് അല്ലാഹു പറയുന്നതാണ്. 11ാമത്തെ പ്രതിഫലം ഓണപരീക്ഷയൊക്കെ വരികയല്ലേ, ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന പല ആളുകളുമുണ്ട്, ജോലി അന്വേഷിച്ച് നടക്കുന്നവരുണ്ട്, നല്ലൊരു സ്വന്തമായിട്ടൊരു വീട് പണിയാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. മനസ്സിലെന്തെങ്കിലും മുറാദുണ്ടെങ്കിൽ ഈ ആയത്തുകൾ അത് സഫലീകരിച്ച് കിട്ടാൻ കാരണമാണ്. ആവർത്തിച്ച് ഈ ആയത്ത് 4 ആയത്ത് ഓതിക്കോ, എന്നിട്ട് ദുആ ചെയ്തോ, മനസ്സിലുള്ള മുറാദ് അല്ലാഹു ഹാസിലാക്കി തരും. 12ാമത്തെ പ്രതിഫലം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിൽ നമ്മൾ എവിടെയാണോ നമ്മൾ ഇരിക്കുന്നത് ആ ഇരിപ്പ് സ്ഥാനം അല്ലാഹു നമുക്ക് കാണിച്ചു തരുമെന്ന് പോലും തഫ്സീറിൽ കാണാം. ഈ ഒരു ആയത്തിന്റെ പ്രത്യേകത 13ാമത്തേത്, ഈ 4 ആയത്തിൽ അല്ലാഹുവിന്റെ ഇസ്മുകൾ 15ഓളം ഇസ്മുകൾ പറയുന്നുണ്ട്. ഈ ഇസ്മുകളിൽ ഇസ്മുൽ ആളം, ഉന്നതമായ അല്ലാഹുവിന്റെ പേരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ആയത്തുകൾ ഓതിയിട്ട് നമ്മൾ ദുആ ചെയ്താൽ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കുന്നതാ. 14ാമത്തെ പ്രതിഫലം രോഗികൾ ഇത് ഓതൽ നിത്യമാക്കിയാൽ അവന്റെ രോഗം അല്ലാഹു ശിഫയാക്കി തരും. 15ാമത്തെ പ്രതിഫലം മുഅ്മിനീങ്ങളായ ജിന്നുകൾ ഇത് ഓതുന്ന ആയത്തുകളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ മുഅ്മിനീങ്ങളായ ജിന്നുകൾ ഇത് സ്ഥിരമായി ഓതുന്നവരാണ്. അപ്പോൾ അവരോടൊപ്പം സ്വർഗത്തിൽ കടക്കാനും ഒരു തൗഫീഖ് അല്ലാഹു തരുന്നതാ. 16ാമത്തേത് പ്രയാസമുണ്ട്, കടമുണ്ട്, രോഗമുണ്ട്, കേസുകളുണ്ട്, കള്ളക്കേസുണ്ട്, ഊരാ കുടുക്കുണ്ട്, അതിൽ നിന്നെല്ലാം രക്ഷ കിട്ടാൻ ഈ ആയത്ത് നമുക്ക് പറ്റുന്നതാ. 17ാമത്തെ പ്രതിഫലം അല്ലാഹുവിൻ്റെ കരുണ കിട്ടിയവരുടെ കൂട്ടത്തിൽ പടച്ചവൻ നമ്മളെ ഉൾപ്പെടുത്തുന്നതാണ്. അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിൽ, ഇഷ്ടദാസികളിൽ പെടാൻ ഉമ്മമാരെ, ഉപ്പമാരെ ഈ ആയത്ത് നിങ്ങൾ ഓതുന്നത് പതിവാക്കിക്കോളി. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ ആയത്തിന്റെ അർത്ഥം കൂടി ഒന്ന് കേട്ടാലോ. എന്താ ഈ ആയത്തിന്റെ അർത്ഥം?
ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാ വതിൽകൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. എന്താ പരിശുദ്ധമായ ഈ ഖുർആനെ അല്ലാഹ് പറയുക, ഈ ഖുർആനിനെ നാം ഒരു പർവ്വതത്തിന്റെ മുകളിലായിരുന്നു ഇറക്കിയതെങ്കിൽ, അവതരിപ്പിച്ചതെങ്കിൽ, ആ പർവ്വതം അള്ളാഹുവിനെ പറ്റിയുള്ള ഭയം കൊണ്ടും അതുപോലെ തന്നെ വിനയം കൊണ്ടും അത് പൊട്ടിപ്പിളർന്നു പോകുന്നതായിട്ട് നബിയെ താങ്കൾക്ക് കാണാമായിരുന്നു. ഈ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ വിവരിച്ചു തരുന്നത് ജനങ്ങൾ മനസ്സിലാക്കാനും അവർ ചിന്തിക്കാനും വേണ്ടിയാണ്. ഖുർആനിൻ്റെ പവർ എന്താണെന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഉദാഹരണം, ഈ ഒരു ഉപമ ഞാൻ പറഞ്ഞത്. അള്ളാഹ് പറയുകയാണ്. എന്നിട്ടോ വീണ്ടും പറയുന്നു, അല്ലാഹു ആരാണ്? ഹുവല്ലാഹ്, അവല്ലാഹു ഒരുവനാണ്, അല്ലാഹു ഒരാളാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹു അല്ലാതെ വേറൊരു ആരാധ്യനുമില്ല. അവൻ ഏകനാണ്. അവൻ ദൃശ്യമായതും അദൃശ്യമായതുമായ കാര്യങ്ങൾ അറിയുന്നവനാണ്. അല്ലാഹു പരമകാരുണ്യകനാണ്. അല്ലാഹു തആല ഈ ലോകത്ത് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഗുണം ചെയ്യും. നാളെ ആഖിറത്തിൽ വഴിപ്പെട്ടവർക്ക് മാത്രം ഗുണം ചെയ്യുന്നവനാണ്, കരുണ ചെയ്യുന്നവനാണ്. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ. അല്ലാഹു അവൻ ഒരുവനാണ്, അവനല്ലാതെ ആരാധനക്കർഹനില്ല. അല്ലാഹു രാജാധികാരമുള്ളവനാണ്. അല്ലാഹു പരമ പരിശുദ്ധനാണ്. അല്ലാഹു സമാധാനം നൽകുന്നവനാണ്. അല്ലാഹു അഭയം നൽകുന്നവനാണ്. അല്ലാഹു പരമാധികാരിയാണ്. അല്ലാഹു മഹത്വമുള്ളവനാണ്. അല്ലാഹു തആല എല്ലാം അറിയുന്നവനാണ്. ഇങ്ങനെ അല്ലാഹുവിൻ്റെ ഇസ്മുകൾ, പേരുകൾ എണ്ണി ഈ ആയത്തിൽ പറയുന്നുണ്ട്. പിന്നെയോ ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. സൃഷ്ടാവായ അല്ലാഹു തആല, നിർമ്മാതാവായ അല്ലാഹു തആല, ഈ ലോകത്തെ ഉണ്ടാക്കിയ നമ്മളെ അല്ലാഹു തആല സൃഷ്ടിച്ച അല്ലേ, അവൻ എത്ര മഹത്വമുള്ളവനാണ്. അല്ലാഹുവിന് ഒരുപാട് ഉത്തമമായ പേരുകളുണ്ട്, നല്ല നല്ല പേരുകൾ അല്ലാഹുവിനുണ്ട്. ആകാശങ്ങളിലും ഭൂമിയിലും അവൻ്റെ മഹത്വം പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അവനെത്ര പ്രതാപശാലിയാണ്, അവനെത്ര യുക്തിയുള്ളവനാണ്. ഇതൊക്കെയാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ആയത്ത് ആവർത്തിച്ച് ഓതുക. ഇതിൻ്റെ പ്രതിഫലം നമ്മൾ മനസ്സിലാക്കി പരിശുദ്ധമായ സഫർ മാസം വിട പറയാൻ ഒരുങ്ങുന്നു. റബീഉൽ അവ്വൽ മാസമൊക്കെ വരുന്നു. അപ്പോൾ നമ്മുടെ ജീവിതം എല്ലാവിധ ഖൈറിലും ബറക്കത്തിലുമാവാൻ ഈ ആയത്ത് നമ്മൾ മുറുകെ പിടിക്കുക. അല്ലാഹു തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.